പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്തുണ്ടായ ഊർജ്ജ പ്രതിസന്ധി സംബന്ധിച്ച് പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയിൽ പ്രസ്താവന നടത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഹോർമൂസ് കടലിടുക്ക് വഴി കൂടുതൽ എണ്ണക്കപ്പലുകൾ എത്തിക്കാനുള്ള സാധ്യതയും ഇന്ത്യ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ വാതകത്തിനും അതുപോലെയുള്ള കൊമേഴ്സ്യൽ സിലിണ്ടറിനുമൊക്കെയുള്ള ക്ഷാമം പരിഹരിക്കാൻ ഇന്ത്യ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. ബൽറാം നെടുങ്ങാടി കൂടുതൽ അപ്ഡേഷനുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ ബൽറാം, ശരിക്കും ഈ വീട്ടമ്മമാർ ഇതിനിടയിലൊരു നമ്മുടെ ഈ വീട്ടമ്മമാർ ഉപയോഗിക്കുന്ന പാചകവാത സിലിണ്ടറിലെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പോകുന്നു എന്ന രീതിയിൽ വാർത്ത പറയുന്നുണ്ട്. പിന്നീട് അത് അങ്ങനെ ഇല്ല എന്ന വ്യാഖ്യാനം വന്നു. എന്താണ് ശരിക്കുള്ള അവസ്ഥ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷവും അതിനെ തുടർന്ന് രാജ്യത്തുണ്ടായ സാഹചര്യം അത് സംബന്ധിച്ചും പ്രസ്താവന നടത്തിയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി ഈ സാഹചര്യങ്ങൾ, രാജ്യത്ത് നിലവിൽ ഊർജ്ജ മേഖലയിലുള്ള സാഹചര്യങ്ങളും ഈ പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗങ്ങളും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്ന് രാജ്യസഭയിലും പ്രസ്താവന നടത്തുമെന്ന് അറിയിച്ചിരുന്നു. എങ്കിലും രാജ്യസഭയുടെ പുതുക്കിയ ബിസിനസ്സിൽ അതിൻ്റെ സമയക്രമം വ്യക്തമല്ല. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് രാജ്യം നേരിട്ടതെന്നും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിസന്ധിയുടെ ആഘാതം സാധാരണക്കാരിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നും വ്യക്തമാക്കിയിരുന്നു. നിലവിലുള്ള ഊർജ്ജ നിലയെയും അദ്ദേഹം അറിയിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷം ഇതിൽ തൃപ്തരല്ല. ഒരു ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് ഇന്നും നോട്ടീസ് നൽകാനാണ് തീരുമാനം. അതേസമയം ആശ്വാസകരമാകുന്ന കാര്യം, ഹോർമൂസ് കടലിടുക്ക് കടന്ന് 2 കപ്പലുകൾ, ടാങ്കറുകൾ കൂടി സഞ്ചരിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വൈകിട്ടോടെ മംഗലാപുരം തീരത്ത് ഈ 2 ടാങ്കറുകളും എത്തിച്ചേരുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം രാജ്യത്ത് നിലവിലുള്ള ഊർജ്ജ സാഹചര്യം, അത് ഗാർഹിക LPGക്കാണ് മുൻതൂക്കം നൽകുക എന്ന് സർക്കാർ ആവർത്തിക്കുകയാണ്. പ്രധാനമന്ത്രിയും കഴിഞ്ഞ ദിവസം അത് അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഈ വൻ നഗരങ്ങളടക്കമുള്ള ഇടങ്ങളിൽ ക്ഷാമം നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വാണിജ്യ LPGക്ക് ഒരു പ്രതിസന്ധി ഇപ്പോഴും നേരിടുന്നുണ്ട്. അത് പരിഹരിക്കാൻ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 50% വർദ്ധിപ്പിച്ചു എങ്കിൽ പോലും പ്രതിസന്ധി ഇപ്പോഴും മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഗാർഹിക LPGയെ സംബന്ധിച്ചിടത്തോളം ഈ ഗോഡൌണുകൾക്ക് മുന്നിലുള്ള വലിയ ക്യൂകൾ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ വിതരണം സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലും പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും അത് മറികടക്കാനാണ് ഈ 14.2 കിലോയിൽ നിന്നും 10 കിലോ ആയി കുറയ്ക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ, അഭ്യൂഹങ്ങൾ പടർന്നത്. അതെന്തായാലും പെട്രോളിയം മന്ത്രാലയം നിഷേധിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ രാജ്യത്തുള്ള ഊർജം അത് പരമാവധി പേരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. മതിയായ കരുതൽ ഇന്ധനം രാജ്യത്തുണ്ട് എന്നും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഈ പ്രതിസന്ധിക്ക് താൽക്കാലിക വിരാമമായ ഘട്ടത്തിൽ ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകും എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും വച്ചു പുലർത്തുന്നത്. സാഹചര്യങ്ങൾ അനുദിനം വീക്ഷിക്കുന്നതിനും അതിന് മറികടക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായുള്ള അന്തർമന്ത്രാലയ സമിതി ഈ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി രൂപീകരിച്ച മന്ത്രിമാരും സെക്രട്ടറിമാരും അടങ്ങുന്ന ഉന്നതതല സമിതിയും സാഹചര്യങ്ങൾ നിരീക്ഷിച്ച ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ യഥാസമയം നൽകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.